ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മൈൻക്രാഫ്റ്റിൽ നമ്മളിന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസായ ബിഗിനിങ് വിത്ത് സുധിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള പാത്ത് സെറ്റാക്കാനും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കാനും പിന്നെ മൈനിങ് ഏരിയ സെറ്റാക്കാനുമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ സ്റ്റോറേജ് ഏരിയ സെറ്റാക്കാനും പാത്ത് സെറ്റാക്കാനുള്ള റിസോഴ്സൊക്കെ നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇത് മതിയാണെന്ന് തോന്നുന്നു. സോ അതിനു മുമ്പായിട്ട് നമുക്കിവിടെ ആകുന്നു ഷേപ്പാക്കണം. അപ്പോൾ നമ്മുടെ ഷവലെടുത്ത് ആദ്യം എക്സിസ്റ്റൻസ് ആയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുണ്ടൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഫുള്ളും കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി സുധിയുടെ ചാനലിൽ പോയാൽ നമുക്ക് കാണാവുന്നതാണ്. സുധി ബിൽഡ് ചെയ്തതുപോലെ തന്നെ ബിൽഡ് ചെയ്യുക എന്നൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. സോ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ പാത്ത് റെഡിയാക്കാം, വീട്ടിലേക്കുള്ള പാത്ത്. അങ്ങനെ നമ്മുടെ ലോഗ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നമ്മുടെ ഇവിടെ നിൽക്കുന്ന അത്ര ഹൈറ്റിൽ വരിക. 71 ഓക്കെ, 71 സോ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്തൊരു ബ്ലോക്ക് കൂടെ ചെയ്യുക. സോ അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്യുക. ഇവിടെ 2 ലോഗ് വെക്കാം. സോ നേരെ ഇനി താഴത്തേക്ക് ഇറങ്ങി ഇവിടെയും അതുപോലെ തന്നെ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് നേരെ മുകളിൽ വരെ 71 വരെ കേട്ടോ. ഓക്കെ, അടുത്തതായി ഇവിടെ സ്റ്റെയർ കേസ് കെട്ടുന്നതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് എന്താക്കാം, ഈ വലിയ പില്ലറുകളുണ്ട്, ഇതിൻ്റെ മെയിൻ പില്ലറുകളൊക്കെ ആദ്യം റെഡിയാക്കാം. സോ ആദ്യം താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ മൈനിങ് ഏരിയ ഇതാ ഇവിടെ ആയിട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഇവിടെ അടുത്ത പില്ലർ വരും. ഇവിടെ നിന്ന് കുറച്ചൊന്ന് മേലേക്ക് വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ആദ്യം ക്ലീൻ ആക്കാം. ഷവർ കിട്ടി അതിൽ പോയൊരു ഷവർ ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ട് അവിടെ ക്ലീൻ ആക്കണം. നമ്മുടെ സ്റ്റോണ് കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ, ക്രാഫ്റ്റ് ചെയ്താൽ മതി. സോ നമ്മളങ്ങനെ ഷവലും കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ആക്കാം. ഇവിടെ നിറച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആദ്യം 2 ബ്ലോക്ക് മാറ്റണം, സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബ്ലോക്കിലാണ് നമ്മൾ ഇറക്കുന്നത്. 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇറക്കാം. നമ്മൾ ഇറങ്ങി വരണ ഭാഗത്തിൻ്റെ പില്ലർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റെയറും സ്ലാബൊക്കെ വെക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് തരാം. സോ ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള പാത്ത് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇതിലൂടെ പോയിക്കൊണ്ട് ഇവിടെ വീട്ടിലേക്ക് കയറാൻ പറ്റും. സോ ഈ സ്റ്റോറേജ് ഏരിയയുടെയും മൈനിങ് ഏരിയയുടെയും ഇത് വർക്ക് ചെയ്യാണ്ട് ഒരു സ്റ്റോറേജ് ഏരിയയ്ക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനൊന്ന് ക്ലീനാക്കി റെഡി ആക്കിയിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റോറേജ് ഏരിയൻ്റെയും മൈനിങ് ഏരിയ കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 2 ഭാഗത്തും ശ്രദ്ധിച്ച പോലെ 6 ചെസ്റ്റ്, ഡബിൾ ചെസ്റ്റ് 3 വരെ കണ്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ സെൻട്രൽ നമ്മളെ ജാക്കോ ലാൻഡും അതുപോലെ തന്നെ ഇവിടെ ഈ 4 സ്ഥലത്ത് വെക്കാനുള്ള ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഗോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സോ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്ത വീഡിയോയുമായി
പിന്നെ കാണാം. അതുവരേക്കും ബൈ.